ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റവ കൊണ്ടുള്ള ഒരു സ്പഞ്ചി കേക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ബീറ്ററോ അവനോ ഒന്നും വേണ്ട. ഈവൻ ഒരു സ്പൂണും പിന്നെ മിക്സിയുടെ ജാറും മാത്രം മതി, വേറെ ഒന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ നമ്മളിതിൽ മൈദയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് റവ എടുക്കുക. വറുക്കാത്ത റവ, നമ്മൾ ഉപ്പുമാവിനൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന ആ ഫൈൻ റവ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിൽ മൈദയൊന്നും ചേർത്തിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതൊരു 1 മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് അങ്ങനെ ഒരുവിധം നല്ലൊരു പൗഡറായിട്ട് മാറും. അപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ആ തരി നമുക്ക് ഫീൽ ചെയ്യണം. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പൗഡറായിരിക്കണം. എന്ന് വെച്ച് മൈദ പോലെ പൗഡറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് തൊടുമ്പോൾ ആ ഒരു തരി ഫീൽ ചെയ്യും. പക്ഷേ അത് ഒരുവിധം നന്നായിട്ട് പൗഡറായിട്ടുണ്ട്. ആ ഒരു രീതിയിൽ വേണം കേട്ടോ എടുക്കാൻ. ഇതിനി വേറൊരു ബൗളിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് വേണ്ടത്. അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ കൈകൊണ്ട് തൊടുമ്പോൾ ഒട്ടും തരി ഫീൽ ചെയ്യാൻ പാടില്ല. അതായത് അത്രയും മൈദ പോലെ അത്രയും ഫൈൻ പൗഡറായിട്ട് നമ്മളിത് പൊടിച്ചെടുക്കണം. ഒട്ടും തരി ഉണ്ടാവാത്ത രീതിയിൽ വേണം പഞ്ചസാര പൊടിച്ചെടുക്കാൻ. കുറച്ചെങ്കിലും തരി ഉണ്ടായാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. 1 പിടി ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് കാഷ്യൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ട് അതൊന്ന് പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി, 1 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിത് ബാറ്ററിൽ ഇടുമ്പോൾ അടിയിലേക്ക് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വയ്ക്കുക. ഇനി അതേ സെയിം ജാറിൽ തന്നെ, ജാറിൽ വെള്ളം നനവൊന്നും ഉണ്ടാവരുത് കേട്ടോ. ജാറിലേക്ക് 1/4 കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. തൈര് എടുക്കുമ്പോൾ ഒട്ടും പുളി ഇല്ലാത്ത തൈര് തന്നെ വേണം, അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന തൈരിൽ പുളി ഉണ്ടെങ്കിൽ അപ്പോൾ തൈരിൻ്റെ അളവ് കുറച്ചിട്ട് ബാക്കി നമ്മൾ ആ കൺസിസ്റ്റൻസി ശരിയാക്കാൻ പാല് ചേർത്താൽ മതി. അപ്പോൾ പുളി ഇല്ലാത്ത തൈര് 1/4 കപ്പ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും കൂടി ചേർക്കുക. നമ്മളിതിൽ മുട്ട ചേർക്കുന്നില്ല. ഇനി റിഫൈൻഡ് ഓയിലും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. കുറേ നേരിട്ട് അടിക്കണ്ട, എന്നാൽ അത് നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. തൈരും നിങ്ങൾക്ക് വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് അടിച്ചാലും മതി. ഇപ്പം ഞാൻ ഈസി ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കുക. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്. നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് റവ പൊടിച്ചതും കൂടിയും ചേർക്കുക. റവ പൊടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നേ, അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്തിട്ടുണ്ട്. അത് കാച്ചിയതായാലും കാച്ചാത്തതായാലും കുഴപ്പമില്ല. പക്ഷേ തണുത്തതോ ചൂടുള്ളതോ ആവാൻ പാടില്ല, റൂം ടെമ്പറേച്ചറിലുള്ളതാവണം. ഇതും കൂടി ചേർത്തിട്ട് ഇതൊന്നും കൂടി അടിച്ചെടുക്കുക. അരക്കരുത്, ജസ്റ്റ് പൾസ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ വയ്ക്കുക. കാരണം ഇത് നമ്മൾ റവ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് കേക്ക് ടിന്നൊക്കെ ഒന്ന് മയം പുരട്ടി വയ്ക്കാം. നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. വെറുതെ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് മൈദ കൊണ്ട് ഡസ്റ്റ് ചെയ്താൽ മതി. ഏറ്റവും ഈസി അതാണ്. അല്ലാച്ചാൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ചാലും മതി കേട്ടോ. ഇപ്പോൾ അത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് റവ ഒന്ന് തിക്കാവും, കണ്ടില്ലേ? ഒരുവിധം അങ്ങോട്ട് തിക്കായിരിക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ അതിനെ ഒന്ന് ലൂസാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി പാൽ ചേർക്കുക. 1-2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇങ്ങനെ വിട്ട് വീഴാതെ അതൊരു റിബൺ പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അത് വീഴണം. നമ്മളിതിങ്ങനെ ഒഴിക്കുമ്പോൾ ആ ഒരു രീതിയിലാക്കണം. ഇപ്പോൾ ഇതാ കൺസിസ്റ്റൻസി കണ്ടില്ലേ? ഇപ്പോൾ ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അങ്ങനെ ഒഴിക്കുമ്പോൾ അങ്ങനെ വിട്ട് വീഴാൻ പാടില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തു.
അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് കാരണം ഞാൻ ഒരു സ്പൂൺ കൂടി പാലൊഴിക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ കൂടി. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചാൽ മതിയാവും. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന റവയ്ക്കനുസരിച്ച് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. റവ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് തിക്കാവുന്നത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇത് വല്ലാതെ ഇങ്ങനെ നമ്മളിത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീഴാൻ പാടില്ല. നമ്മളിത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ റിബൺ പോലെ ഇങ്ങനെ വീഴണം. ആ ഒരു രീതി മാത്രം ശ്രദ്ധിച്ചാൽ മതി. മുറിഞ്ഞ് വീഴരുത്, റിബൺ പോലെ വീഴണം. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വീഴണം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വാനില എസൻസിന് പകരം ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു. ഒരു 1/8 അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്തു കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ്, 1/8 സ്പൂണിൽ നമ്മൾ എടുക്കുമ്പോൾ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വല്ലാതെ ഇട്ടിട്ട് ഓവർ മിക്സ് ചെയ്യണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ആ ടൂട്ടി ഫ്രൂട്ടിയും ബാക്കി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ പിന്നെ ഗോതമ്പ് പൊടിയിലൊന്ന് മിക്സ് ചെയ്ത്, നിങ്ങൾക്ക് മൈദയിലും മിക്സ് ചെയ്യാം കേട്ടോ, അതും കൂടിയും ചേർക്കുക. അപ്പോൾ ഒട്ടും മൈദ വേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് കൺസിസ്റ്റൻസി വല്ലാതെ തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേശം കൂടി പാൽ, ഒരു ചെറിയ സ്പൂണ് പാലൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ചെറിയൊരു സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ മുറിഞ്ഞ് വീഴാതിരുന്നാൽ മതി. അത് റിബൺ പോലുള്ള ആ രീതിയിൽ അത് ബാറ്റർ വീഴണം. ആ ഒരു കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചാൽ മതി. ഇനി കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടി മാത്രമായാലും മതി, ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കുറച്ച് പിസ്തയും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മീതെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ ഞാനൊരു പഴയ കടായിലാണ് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അതിൽ 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ അതൊന്ന് പ്രീഹീറ്റ് ചെയ്തതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് ഇത് വെച്ചിട്ട് ഒരു 25-30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. അപ്പോൾ അതൊരു 25 മിനിറ്റൊക്കെ ആവുമ്പോൾ നല്ല മണം വരാൻ തുടങ്ങും കേട്ടോ കേക്ക്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. ഫ്ലെയിം കൂട്ടുകയോ വല്ലാതെ കുറയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നല്ലൊരു കേക്ക് കുക്കാവുമ്പോൾ ആ നല്ലൊരു മണം വരും. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 25 മിനിറ്റ് കഴിഞ്ഞു. 25 മുതൽ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് കുക്കാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ മണം വരുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നൈഫോ വെച്ചിട്ട് നോക്കുക. ഒട്ടും പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇപ്പോഴും കേക്ക് ഫാൻ്റെ ചോട്ടിലൊന്നും തണുക്കാൻ വെക്കരുത് കേട്ടോ. കേക്ക് ഡ്രൈ ആവാതിരിക്കാൻ ഒരു കോട്ടൺ തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മീതെ ഒന്ന് കവർ ചെയ്തിടുമ്പോൾ നമ്മൾ കേക്ക് ഡ്രൈ ആവാതിരിക്കും. പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കുന്നരുത്. അങ്ങനെയാകുമ്പോൾ കേക്ക് അടിയിലേക്ക് താന്നു പോകും. അപ്പോൾ ഇനി കട്ട് ചെയ്ത് കാണിക്കാം. ഇത് പെട്ടെന്ന് തണുക്കും, വലിയ ഇതൊന്നുമില്ല. കണ്ടില്ലേ, നല്ല സ്പഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അത് ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ട ആളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്